നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബella ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ, ബലിപ്പെരുന്നാൾ ആശംസകൾ. പിന്നെന്താ, മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയൊക്കെ, കാലവർഷം വരാൻ പോകുന്നേ ഉള്ളൂ എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല മഴയൊക്കെ ആയി തുടങ്ങി. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു. അതിന്റെ വിഷമത്തിലാണ് ഞാനൊക്കെ. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, വെറുതെ എന്തോ പിള്ളേരൊക്കെ വീട്ടിലുള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്നതായിരിക്കും നല്ല. എന്തെങ്കിലും ആട്ടെ, ഇന്ന് കാണിക്കാൻ പോകുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ബ്ലൗസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ദയവായി, എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നു, എന്നാലും ഞാൻ പറയാണ്, ഈ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ടേ ബ്ലൗസ് വാങ്ങിക്കാവുള്ളൂ. ദൈവത്തെ ഓർത്ത്. അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കാണും, എന്നിട്ട് പെട്ടെന്ന് 3XL അങ്ങനെ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് പിന്നീട് പരാതിപ്പെടരുത്. അങ്ങനെ പറയുന്നുണ്ടെന്നല്ല, എന്നാലും ചിലർ വളരെ, ഇപ്പൊ 1000 പേര് വാങ്ങിക്കുന്നത് 2 പേരോ 3 പേരോ ഒക്കെ പറയുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തുടക്കത്തിൽ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഇന്നിപ്പോ ഈ കാണിക്കുന്ന ബ്ലൗസ് അപ് ടു 3XL, അതായത് 3XL വരെ സൈസ് ഉള്ള അവർക്ക് പറ്റുന്ന ബ്ലൗസ് ആണ് എന്നാണ്. അപ് ടു 3XL നിന്ന് അടിച്ചാണ് ഇത് പ്രിന്റ് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മീഡിയംകാര്, ലാർജുകാര്, സ്മോളുകാര്, XLകാര്, XXLകാര്, XXXLകാര് വരെയുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പൊ സ്മോളുകാർ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ലൂസ് ആണെങ്കിൽ തോന്നുകയാണ്. ഇത് സ്കിൻ ഫിറ്റ് ആണ്, സ്ട്രെച്ചബിൾ ആണ്. അപ്പം സ്കിൻ ഫിറ്റ് ആന്ന് പറഞ്ഞാലും ചിലപ്പം ഭയങ്കര കൈയൊക്കെ ഭയങ്കര സ്കെൽട്ടൻ ആയിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ കുർത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ സൈഡ് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി, വേറെ ഷേപ്പ് ഒന്നും പോകണ്ട. ജസ്റ്റ് ഷേപ്പ് ചെയ്യാന്നുള്ളതല്ല, സൈഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഷേപ്പ് ചെയ്യണ്ട. അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് കറക്റ്റ് ആണ്. ഒരുമാതിരി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ ലാർജ് സൈസ് ആണ്, എന്റെ സൈസ് എന്ന് പറയുന്ന ലാർജ് ആയതുകൊണ്ടോ ഞാൻ ഇട്ടിട്ട് ഇവിടേക്കാണ് എന്റെ ചുരിദാർ ഇരിക്കുന്നത്. പക്ഷെ കൈഡ് ഇവിടെ വരുമ്പോൾ കണ്ടോ കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഇരിക്കുന്നത്, കാരണം ഇത് സ്കിൻ ഫിറ്റ് ആണ് ബ്ലൗസ്. പിന്നെ ഇതിന് ഓരോരുത്തരുടെയും ശരീരപ്രകൃതത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇതിൽ ചിലർക്ക്, വളരെ ചുരുക്കം ആൾക്കാർക്ക് 3XLും പാകമാകാതെ വരും. അവർ പറയും ഞാൻ കുർത്തി 3XL ആണല്ലോ എടുക്കുന്നത്, എനിക്ക് അന്നേരം പാകമല്ലെന്ന്. കുർത്തിയുടെ സൈസ് അല്ല ഇത്. കുർത്തി തയ്ക്കുന്ന പോലെ, കുർത്തി കുറെ കൂടെ ലൂസ് ആണ്, അതിന് കുറെ കൂടെ അങ്ങനെയുള്ള രീതി. ഇതെന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ ലൂസ് ആയിട്ടല്ലല്ലോ നമ്മൾ ബ്ലൗസ് ഇടുന്നത്, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ ശരീരത്തിന്റെ പ്രകൃതത്തിൽ വ്യത്യാസം വരും. ഷോൾഡറിന്റെ വിരിവ് വ്യത്യാസം വരും, കൈയുടെ വണ്ണത്തെ വ്യത്യാസം വരും, ചെസ്റ്റിന്റെ ഭാഗത്തുള്ള വ്യത്യാസം വരും, ഇവിടെ ഈ ഇടവണ്ണത്തിന്റെ ഭാഗത്ത് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ നമ്മളൊരു മനോധർമ്മം അനുസരിച്ച് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു നല്ല മജോറിറ്റി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1000 പേര് വാങ്ങിച്ചാൽ അതിൽ 1-2 പേർക്ക് ചില സമയങ്ങളിൽ പാകമാകാതെ വരാം. പിന്നെ ഇതിന്റെ ഒരു ഗിൽറ്റ് ഉണ്ട് ഈ പ്രാവശ്യം, ചിലതിലൊക്കെ ഉണ്ട് ഈ ഗിൽറ്റ്. ചിലർക്ക് പെട്ടെന്ന് ഇളകുന്നുണ്ട്. എന്നുകൊണ്ട് ഞാൻ പറയില്ല, ഇതിന്റെ ബ്ലൗസിന്റെ വില എത്രയാ, 300, ഏതായാലും 350 താഴെയാണെന്നാണ് എന്റെ വിശ്വാസം, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത്രയും വിലയുടെ ബ്ലൗസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ഉള്ള ഇത് വെച്ച് നോക്കണം. പിന്നെ ചിലരുടെ ശരീരത്തിൽ സോൾട്ട് കൂടുതലാണ് ഭയങ്കരമായിട്ട്, അപ്പൊ പെട്ടെന്ന് അവരെ വിയർപ്പിന് ഉപ്പ് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഗിൽറ്റ് ഇളകും. ഇത് ഗിൽറ്റ് ഇളകുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നും കൊണ്ട് ഗിൽറ്റ് ഇളകി അങ്ങ് ശരീരത്ത് മുഴുവൻ പിടിക്കുന്ന ഒരു രീതി. കാരണം ഞാൻ ഇത് കണ്ടോ, ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഗിൽറ്റ് ഇളകുന്നില്ല, എപ്പോൾ ഇളകുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും പാർട്ടി ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഇതാണ് ആദ്യത്തേത്. ഇത് ബേൺഡ് ഓറഞ്ച് കളർ, കുറെ കളേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് മാത്രമല്ല അല്ലാതെയും ഇടാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഉള്ള ഒരു ബ്ലൗസ് ആണ് ആദ്യം. ഞാൻ പറയുന്ന ഇച്ചിരി കൂടി പോയി, ഇച്ചിരി നീട്ടി പറയുന്നത് എന്താണെന്നറിയാം. ഇത് ബ്ലൗസ് ആയതുകൊണ്ടും ഇത് റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്രയും ഇതാക്കി പറയുന്നത് കേട്ടോ, വിശദീകരിച്ച് പറയുന്നത്. അത് കേൾക്കാൻ മനസ്സില്ലാതെ പോയി എടുത്തിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് തരികയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് സ്കിൻ ഫിറ്റ് ആണ്. പിന്നെ അതിന്റെ കയ്യോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇനിയിപ്പോ ഇസബല്ലയുടെ തന്നെ ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയും, ഇസബല്ലയുടെ തന്നെ ചാനലിൽ കയറി നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ കാണാം എന്തോരം ബ്ലൗസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാം വിശദീകരണങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയോ. ഇത് ആഷ് കളറ്, കൈക്ക് ഇത്രയും ലെങ്ത് ആണുള്ളത്. ഇതൊരു പ്രിൻസസ് കട്ടാണ്, ബനിയം പോലെ ഇങ്ങനെ ഇടുന്നതാണ്. നമ്മുടെ കട്ടോരി കട്ട് വരുന്ന പോലെ ഫ്രണ്ടിൽ ഓപ്പൺ ഒന്നുമില്ല, ഫ്രണ്ടിലും ബാക്കിലും ഓപ്പൺ ഒന്നുമില്ല, ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് വരുന്നത് ഏതാന്ന് ചിലർക്ക് ഡൗട്ട് വരും. ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസസ് കട്ട് വരുന്ന ഭാഗമാണ് ഫ്രണ്ട്, ബാക്ക് പോർഷൻ. അതുപോലെ നെക്ക് കയറി കിടക്കുവോ നെക്ക് ഇറങ്ങി കിടക്കുവോ ഒന്നുമില്ല, നെക്കൊക്കെ നോർമൽ. നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ ഒത്തിരി വെട്ടി ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കിട്ടത്തില്ല. പക്ഷെ നോർമൽ സ്റ്റാൻഡേർഡ് സൈസിൽ ഇതിലാണ് തന്നെയാണ് കിടക്കുന്നത്. ബ്ലാക്ക് പല ഐറ്റങ്ങൾക്ക് ഇടാം. ഇപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, ഡെയിലി അല്ലാതെ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പല കളർ മേടിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സാരിക്ക് മാറി മാറി ഇടാം. നല്ലൊരു രാമഗ്രീന്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. അല്ലെങ്കിൽ സഫയർ ബ്ലൂ ആണോ രാമഗ്രീൻ ആണോ,
അല്ലെ? നല്ല രസമുണ്ട്, നല്ല ഫിറ്റിംഗ് ഇത്. പിന്നെ ഓവർ സ്ട്രെച്ച് അങ്ങോട്ട് ആകുന്നില്ല കേട്ടോ. അതായത് ഇപ്പം 3XL എടുത്താലും 3XL കഴിഞ്ഞും ചിലരുടെ കൈകൾക്ക് വണ്ണമുള്ളവരുണ്ട്. 3XL ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ചിലത് നല്ല സ്ട്രെച്ച് ആയി വരും, അവർക്കത് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ഓവർ സ്ട്രെച്ച് ആകുന്നില്ല, നോർമലി നിൽക്കുന്നു. ഓവർ സ്ട്രെച്ച് ആകാത്തപ്പോഴത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലും ഇതൊരു സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണെന്നോ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണോ എന്നോ ഒരു ഫീലേ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് തോന്നത്തില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് അത് അങ്ങനെ തോന്നുന്നു, എനിക്ക് ഇഷ്ടമില്ല. അയ്യോ ഇതൊരു ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ മെറ്റീരിയലിന്റെ ആണ്, ഇതൊരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തോന്നത്തില്ല ഇതിട്ട് കഴിഞ്ഞാൽ. നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങും ആയിട്ടിരിക്കുകയും ചെയ്യും. മെറൂൺ, ഡാർക്ക് മെറൂൺ. ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ. ഈ കാണുന്നത് എൻ്റെ ചുരിദാറാണ് കേട്ടോ കയറിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇത് ചുരിദാറിന്റെ കൈ കയറിയിരിക്കുന്നതിന്റെ അങ്ങനെ തോന്നുന്നു. കയ്യെ കയറ്റി കാണിക്കുന്നത് എന്നാന്നറിയാം, കറക്റ്റായ ഡിസൈൻ കാണട്ടെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ബ്ലൗസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിനൊരു ഇച്ചിരി പിടുത്തമുണ്ട് കേട്ടോ. ഈ നേവി ബ്ലൂവിന് വണ്ണം കൂടുതലുള്ള ആൾക്കാർ എടുക്കാതിരിക്കുക, ഓവർ വണ്ണമുള്ളവർ എടുക്കാതിരിക്കുക. 3XL ആണെങ്കിലും ഈ 3XL ആണെങ്കിലും എനിക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണോ എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേവി ബ്ലൂ എടുക്കണ്ട, അല്ലാത്തവർക്ക് എടുക്കാം. നോർമൽ വണ്ണം ഉണ്ടെങ്കിൽ എടുക്കാം. ഇതുണ്ടോ, ചിലത് ഇപ്പൊ ഒരേ മാനുഫാക്ചറുടെ തന്നെ ബ്ലൗസാണ് ഇത്, പക്ഷെ മനുഷ്യരെല്ലാം അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നതാണ്. അത് അങ്ങനെ സൈസിലൊക്കെ വ്യത്യാസം വരുന്നത്. എല്ലാ ബ്ലൗസിന്റെ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ ഈ കൂട്ടത്തിലുള്ള ഈ ഡിസൈനിൽ വന്ന ഈ നേവി ബ്ലൂവിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞു കേട്ടോ. ചിലർ നേവി ബ്ലൂവിനെല്ലാം ഇതാന്ന് വിചാരിച്ചു പോയി. നല്ല നല്ല മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക്, നല്ല ഷെയ്ഡാട്ടോ. നമ്മുടെ ഇൻഡിഗോയ്ക്കും പിന്നെ കേരള സാരികൾക്കും അല്ലാതെയൊക്കെ ഒത്തിരി എണ്ണത്തിന് ചേരും. ഇത് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡ്. ഇച്ചിരി ഒന്ന് ഇതിന്റെ ഡിസൈൻ ഒന്ന് ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കോ? ഒരെണ്ണത്തിലും കാണിച്ചായിരുന്നോ? എല്ലാം കാണിച്ചാണോ? എനിക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ്. ഇതിന്റെ നല്ല ദിവസം ഏതാ? ചിക്കു അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്. ഇത്രയേ ഉള്ളൂ ബ്ലൗസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം പോർഷൻ ഒന്ന് പോയി കണ്ടിട്ട് വാങ്ങിക്കുക. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. എന്നൊന്ന് പറഞ്ഞ പോലെ മെസ്സേജ് വരുന്നുണ്ട്, ബ്ലൗസ് സ്കൂൾ തുറക്കാൻ പോകുന്നു, അയ്യോ ഇത് മഴക്കാലമാകുന്നു, ബ്ലൗസ് കാണിക്കാത്ത, എന്താ ബ്ലൗസ് കാണിക്കുക. ശരിക്കും ഞാൻ പറയാം, ബ്ലൗസ് കാണിക്കാത്ത. മഴക്കാലമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒത്തിരി എണ്ണം വേണം സാധനങ്ങൾ, തുണികൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബ്ലൗസ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന്റെ ഡെസ്പാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളേ. ഇപ്പം അതായത് ഇന്നിപ്പോ വന്ന ദിവസം വ്യാഴാഴ്ച ബുക്ക് ചെയ്താൽ വെള്ളിയാഴ്ച ഡെസ്പാച്ച് നടക്കത്തില്ല. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച, ഞായറാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് ചൊവ്വാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അത് ബ്ലൗസിന് എപ്പോഴും അങ്ങനെ 4 ദിവസം നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ശനിയാഴ്ച ബുക്ക് ചെയ്യുന്നെങ്കിൽ അതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. താങ്ക് യു.